ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ സെഷനിൽ നമ്മൾ 360 അംബ്രല്ല സ്കേർട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പാർട്ട് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പാറ്റേൺസും കാര്യങ്ങളും അറിയണം എന്നുള്ളവർ നമ്മുടെ മറ്റൊരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ ദിവസം എടുത്ത നമ്മളുടെ അംബ്രല്ല സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ഇതാണ്. നമ്മൾ ചെയ്യുന്ന 360 ഡിഗ്രിയിലുള്ള ഫുൾ സർക്കിൾ സ്കേർട്ടാണ്. അതായത് ഫുള്ളായിട്ട് കട്ടിങ് ഒന്നും വരാതെയുള്ള നമ്മൾ കട്ടിങ്സ്, അതായത് ജോയിനിങ് ഒന്നും വരാതെയുള്ള സിംഗിൾ കട്ടിങ് വരുന്ന ഒരു സ്കേർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 360 ഡിഗ്രി ഫുൾ സർക്കിൾ സ്കേർട്ട് എന്നാണ് അതിനെ പറയുന്നത്. അത് ഏകദേശം ഒരു 4 വയസ്സ് വരെയുള്ള കുട്ടിയുടെ മെഷർമെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ പ്രത്യേകിച്ച് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൽ വരുന്നത് വേസ്റ്റിന് അതിലെ മെഷർമെൻറ്റ്സിൽ ഫസ്റ്റ് വരുന്നത് വേസ്റ്റ് മെഷർമെൻ്റ് ആണ്. അതായത് വേസ്റ്റിൻ്റെ ചുറ്റളവ്, അതായത് വേസ്റ്റ് സർക്കംഫറൻസ് വരുന്നത് 18 ഇഞ്ചാണ്. നമ്മൾക്ക് സ്കേർട്ട് ലെങ്ത് വരുന്നത്, ടോട്ടൽ ലെങ്ത് വരുന്നത് 14 ഇഞ്ചസ് ആണ്. ഈ 14 ഇഞ്ചസ് വിത്ത് ബാൻഡ് അടക്കമുള്ള കിട്ടേണ്ട ആഫ്റ്റർ കൺസ്ട്രക്ഷൻ നമുക്ക് കിട്ടേണ്ട ലെങ്ത് ആണ് ഈ 14 ഇഞ്ചസ് കേട്ടോ. അടുത്തത് വേസ്റ്റ് റേഡിയസ്, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കാൽക്കുലേഷൻ കാണിച്ചു. അപ്പോൾ വേസ്റ്റ് റേഡിയസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2.86 ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? 18 ഇഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസിനെ ബൈ 2π കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, അതായത് 360 മെഷർമെൻറ്റിനാണ് നമ്മൾ 360 ഡിഗ്രി സ്കേർട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിന് വേണ്ട സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് 6.28. അതായത് 2πയുടെ വാല്യൂ ആയ 6.28. ഇത് സ്റ്റാൻഡേർഡ് ആണ്. അതായത് നിങ്ങൾ ഇതുപോലെ ഒരു 360 ഡിഗ്രിയിലുള്ള ഫുൾ സർക്കിൾ സ്കേർട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് വരുന്ന വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിനെ നേരെ ഡിവൈഡ് ചെയ്യുക ഈ പറഞ്ഞ 6.28 ഉണ്ട്. എന്നിട്ട് കിട്ടുന്ന മെഷർമെൻ്റ് ആണ് നമ്മുടെ റേഡിയസ് ആയിട്ട് വരുന്നത് കേട്ടോ. അത് നമ്മുടെ പാറ്റേണിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാണാത്തവർ നമ്മളുടെ പാറ്റേൺ മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൽ നിന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അതിനുശേഷം ബാൻഡ് വിഡ്ത്ത്, അതായത് നമ്മളുടെ ഇലാസ്റ്റിക് ഇടുന്ന ബാൻഡിന് വേണ്ട വിഡ്ത്താണ് പറയുന്നത് 1.5 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിനുശേഷം സ്കേർട്ടിന് കിട്ടേണ്ട ലെങ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ലെങ്ത്ത് അത് 14 ഇഞ്ചസ് ആണല്ലോ. അതിൽ നിന്ന് ബാൻഡ് വിഡ്ത്ത്, അതായത് നമ്മുടെ ബാൻഡിന് വേണ്ട ഇലാസ്റ്റിക് ബാൻഡിന് വേണ്ട വിഡ്ത്തിന് നമ്മൾ ലെസ് ചെയ്തു 1.5 ആണ് അത് വരുന്നത്. കൂടാതെ 1 ഇഞ്ച് നമ്മൾ മേലെയും താഴെയും സീം എലമെൻറ്റ്സിന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് മൊത്തം നമുക്ക് കിട്ടുന്നത് 13.5 ആണ് സ്കേർട്ട് പോർഷന് കിട്ടേണ്ട ലെങ്ത്ത്. അത് വേസ്റ്റ് ബാൻഡ് കഴിച്ചിട്ടുള്ള ലെങ്ത്താണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ് ചാർട്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇനി നേരെ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതാ ഒരു സാറ്റിൻ പോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം കേട്ടോ. എനിക്ക് എടുത്തിട്ടുണ്ട് ഈ ക്ലോത്തിൻ്റെ ഒരു 44 ഇഞ്ച് വിഡ്ത്തുള്ള, അതായത് ഒരു തേര് മുതൽ മറ്റേ തേര് വരെ ഏകദേശം ഒരു ഈ 2 തേരുകൾക്കിടയിൽ ഇതുപോലെ ഒരു 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അത് എത്ര തുണി എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ. മിനിമം ഒരു 44 ഇഞ്ചോ അല്ലെങ്കിൽ 60 ഇഞ്ചോ എങ്കിലും വിഡ്ത്തുള്ള തുണിയാണ് എപ്പോഴും അംബ്രല്ല സ്കേർട്ടിന് നല്ലത്. അപ്പോൾ നമുക്ക് പരമാവധി ജോയിൻറ്റ് കുറവായിരിക്കും. ഒരു 40 ഇഞ്ച് ക്ലോത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ? ഇനി നമുക്കിതിനെ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടതെന്നത് നോക്കാം. നമ്മൾ തുണിനെ 4 ഇതുപോലെ മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്ന് കുത്തിയത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഒരു പക്ഷേ നീങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്ന് കുത്തിക്ക് നമുക്കൊന്ന് സേഫ് ആക്കാം അതിനെ. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ 4 മടക്കിയിട്ടുണ്ട്. ഈ വരുന്ന സൈഡ്, അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ വശം ഫുള്ളായിട്ട് ഫോൾഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഫുള്ളായിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡാണ്. ഇതാ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഫോൾഡഡ് സൈഡാണ്. പക്ഷേ ഇതിവിടെ 2ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് കിടക്കുന്നത്. കണ്ടോ? അതിനുശേഷം ഈ സൈഡും ഫോൾഡറാണ്. ഇത് സിംഗിൾ ഫോൾഡാണ്, ഇത് ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന ഈ സൈഡ് ഇതാണ് നമ്മളുടെ ഫോൾഡ് ചെയ്തെടുക്കുന്നതിൻ്റെ ഓപ്പൺ സൈഡ്. ഇവിടെ 1 2 3 4 കണ്ടോ? 4ആയിട്ടാണ് നമ്മൾ തുണീനെ ഓൾറെഡി മടക്കിയിട്ടുള്ളത്. നമ്മൾ നോർമലി മടക്കാറുള്ള പോലെ തന്നെയാണ് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ പോയിന്റ്. ഇവിടെയാണ് നമ്മൾ ഇനി വേസ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇലാസ്റ്റിക് വരുന്ന പോർഷൻ ഇവിടെയാണ് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ നോർമലി സ്കേർട്ടിൻ്റെ പോലെ ഇങ്ങനെ നേരെയല്ല വരുന്നത്, കോർണറായിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ
മെയിൻ പോയിന്റ് വരുന്നത്. ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ മെഷർമെന്റ്സും ഇനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ പോയിന്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം ഈ 2 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള സൈഡിനെ പതിയെ കൊണ്ടുവന്ന് ഈ സൈഡിൽ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ നീഡിലൊന്ന് ഒന്നുകൂടെ ഫിക്സ് ചെയ്യാനുണ്ട്. കാരണം ഇത് 2 ഫോൾഡ് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ച് അത് ഫോൾഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ മെഷർമെന്റിൽ മാറ്റം വരും കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പം നമ്മൾ ഈ കോർണറിൽ ഇതിന് സെൻറ്റർ പോയിന്റ് ആക്കി ഇവിടെ കിടന്ന പോയിന്റിനെ നമ്മൾ നേരെ കൊണ്ടുവന്ന് ഈ ഫുൾ ഫോൾഡിങ്ങുള്ള സൈഡിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മെഷറിംഗ് ചാർട്ടിൽ നോക്കുക. ഇതിൽ വേസ്റ്റ് ഭാഗമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് കേട്ടോ. ഇതിലാദ്യം വേസ്റ്റ് ഭാഗത്തിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത് ആദ്യം. അതിൽ നമുക്ക് വന്നുള്ളത് വേസ്റ്റ് സർക്കംഫറൻസ് നമുക്ക് കിട്ടിയുള്ളത് 18 ഇഞ്ചാണ്. വേസ്റ്റ് 18 ഇഞ്ചാണ് നമ്മളുടെ. അതിൽ നമുക്ക് വന്നിട്ട് വേസ്റ്റിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ റേഡിയസ് ആയിട്ട് വന്നപ്പോൾ എത്രയാണ് കിട്ടിയുള്ളത്? വേസ്റ്റ് റേഡിയസ് നമുക്ക് കിട്ടിയുള്ളത് 2.86 ആണ്. അപ്പോൾ ഈ 2.86 ആണ് നമുക്ക് ഇപ്പോൾ കിട്ടേണ്ട മെയിൻ ആയിട്ടുള്ള മെഷർമെൻറ്റ്. അത് കിട്ടിയതിൻ്റെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? വേസ്റ്റിനെ ഡിവൈഡഡ് ബൈ 6.28. അപ്പോൾ നമുക്ക് ഈ 6.28 ഈ 360 ഡിഗ്രി സ്കേർട്ട് ചെയ്യുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് എത്രയാണ്? 2.86 ആണ്. ഈ 2.86 ഇവിടെ ഈ കോർണറിലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. 2.86 എന്ന് പറയുമ്പോൾ ഇതിന് മേലെയായിട്ട് ഒരു 3ക്ക് തൊട്ട് മുകളിലായിട്ട് വരും. ഇത് 2.5 ആണല്ലോ, 5 അല്ലേ. അപ്പോൾ 6, 7, 8. ഓക്കെ, ഈ 8 3ക്ക് തൊട്ട് മേലെയായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന്, അതായത് ഈ ജോയിന്റിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, 2.86. അപ്പോൾ ഏകദേശം 2.9 ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ ഇവിടെ നിന്ന് 2.9 നമ്മൾ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ടേപ്പ് കുറച്ച് നീക്കി വെച്ചിട്ട് ഇങ്ങനെ 2.9 വരെ മാർക്ക് ചെയ്ത് പോവാം കേട്ടോ. ഇതിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ടേപ്പിൽ എഡ്ജ് ഇവിടെ ഇരിക്കണം, ഈ പോയിന്റിലാണ് നിൽക്കേണ്ടത് കേട്ടോ. ഇതാണ് 2.9 നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ചെറിയൊരു കർവ് ഷേപ്പോട് കൂടിയിട്ടാണ് അത് വരിക. സ്ട്രൈറ്റ് ആയിട്ട് നമ്മളത് വരച്ച് യോജിപ്പിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ 2.9 എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെയാണ് നമ്മുടെ ഇലാസ്റ്റിക് വരുന്ന ഭാഗം കേട്ടോ. ഇത് ഇലാസ്റ്റിക് വരുന്ന ഭാഗമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മളിനി ലെങ്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ലെങ്ത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? നമുക്ക് കാൽക്കുലേഷൻ കഴിഞ്ഞപ്പോൾ സ്കേർട്ട് ലെങ്ത് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 13.5 ആണ്. അപ്പോൾ നമുക്ക് 13.5 നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഇവിടെ നിന്നും താഴേക്കാണ്. അതായത് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈനിൽ നിന്നും താഴേക്കാണ് 13.5 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം പറയുന്ന ഇഞ്ച് മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും 13.5 അടുത്തത് സെൻറ്ററിൽ വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ പതിയെ നീക്കി വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് പോകണം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തപോലെ ഈ പോയിന്റുകളെ നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ട് പോർഷൻ. ഇനി നമുക്കിതിൻ്റെ ബെൽറ്റിനെ കൂടി കട്ട് ചെയ്തെടുക്കാം. സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ബാൻഡാണ്. ബാൻഡ് ഇത് വരുന്നത് 1.5 ഇഞ്ചസ് ആണ്. ബാൻഡ് ലെങ്ത് വരുന്നത് വേസ്റ്റ് അളവിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചസ് നമ്മൾ എക്സസ് കൂട്ടുന്നുണ്ട്. കാരണം ഇലാസ്റ്റിക് ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സിബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ മതി. ഓക്കെ, സിബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേസ്റ്റ് അളവിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് വേസ്റ്റ് അളവിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുന്നത്. നമുക്ക് വേസ്റ്റിൻ്റെ മേലേക്ക് കടക്കാനുള്ളൊരു വിഡ്ത്ത്, ഇലാസ്റ്റിക്കിന് ആ ഒരു വലിവ് കിട്ടണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു 4 ഇഞ്ച് വരെയും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാൻഡ് കട്ട് ചെയ്യാം. നമ്മുടെ ബാൻഡിന് വേണ്ട ലെങ്ത്ത് ഒരു 21 ആണ് വരുന്നത്.
21 21 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു 4 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇനി വേണ്ടത് 3 ഇഞ്ച് വിടുത്താണ് അതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫോൾഡ് ചെയ്തിടാം. നോക്കിയത് 3 ഇഞ്ച് വിടുത്ത് കിട്ടണം. ഇതാ 3 ഇഞ്ച് വിടുത്തുണ്ട്. അതിൻ്റെ കൂടെ ലേശം തയ്യൽ തുമ്പ്, അപ്പോൾ ഒരു 1/2 ഇഞ്ച് വേണമെങ്കിൽ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3.5 മാർക്ക് ചെയ്യാം. നമുക്കിത് കട്ട് ചെയ്തൊന്ന് നിവർത്തി നോക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ സ്കേർട്ട് വരുന്നത്. സ്കേർട്ട് ഫുൾ റൗണ്ട് ആണ്. ഈ ബാൻഡ് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ. കണ്ടോ, ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ബാൻഡാണിത്. ഇതാണ് നമ്മുടെ ബാൻഡ് വരുന്നത്. ഇതാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത്. അതിൻ്റെ അടിയിൽ ഞാനിപ്പോൾ ഒരു ലൈനിങ് ആഡ് ചെയ്യാണ്. അത് പിന്നെ എന്താ, ഈ വൈറ്റ് ക്ലോത്ത് ആണ് കൊടുക്കുന്നത്. ഈ ക്ലോത്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ലൈനിങ് ആണെങ്കിൽ കൂടി നമ്മൾ ഇതുപോലെ അംബ്രലയായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ ഇതാ സെൻറ്റർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലൈനിങ് പീസ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടി വരും. അത് പ്രോബ്ലം ഇല്ല. ഇങ്ങനെ വെച്ചു. അതിനുശേഷം ഇത് വീണ്ടും ഈ കോർണർ എടുത്ത് ഈ ജോയിൻറ്റിലേക്ക് ഇതാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. ഇത് ഞാൻ നമ്മളുടെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഒന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ 4 ഫോൾഡിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷർട്ടിനെയും 4 ഫോൾഡിൽ ഇട്ടതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ എടുത്ത് ഹിപ്പിൻ്റെ അടുത്ത് മെഷീനിൽ മാറ്റം വരും. നമ്മുടെ സ്കേർട്ട് 4 ഫോൾഡിലാണ്. ലെങ്ത്ത് താഴേക്കുള്ള നോക്കണ്ട, നമ്മൾ ഈ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ്, ഈ ഹിപ്പ് കറക്റ്റായിട്ട് വരുന്നത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ലൈനിങ് ആയതുകൊണ്ട് ഞാൻ സ്കേർട്ടിനോളം ഇറക്കം വേണം നിർബന്ധമില്ല കേട്ടോ. ഏകദേശം കറക്റ്റായിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. മെയിൻ ക്ലോത്ത് എത്ര ഫോൾഡിലാണോ കിടക്കുന്നത് അത്ര ഫോൾഡിൽ തന്നെ ലൈനിങ് വിട്ടിട്ട് വേണം ഹിപ്പ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഹിപ്പ് കറക്റ്റായി കിട്ടില്ല. ഏകദേശം ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മാക്സിമം ലെങ്ത് കിട്ടാനായിട്ട് ഒരു 11 വേണം. ഇത് നമ്മുടെ ലൈനിങ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാനായിട്ട് മെഷീനിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ലൈനിങ് ആണ്. ഇത് സ്കേർട്ട് പോർഷൻ, ഇത് നമ്മുടെ ബെൽറ്റും അതിൻ്റെ ബെൽറ്റിൻ്റെ ലൈനിങ്ങും. ആദ്യം നമുക്ക് ഈ നമ്മൾ വെട്ടിയിട്ടുള്ള ഈ ലൈനിങ് 3 പീസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതല്ലോ. അപ്പോൾ അതിൻ്റെ 3 പീസുകളുടെയും ചേർത്ത് സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 3 സൈഡ് 3 അതിൻ്റെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ ഹിപ്പ് പോർഷനിൽ, അതായത് ബെൽറ്റ് പോർഷനിലേക്ക് ഈ ലൈനിങ്ങും അതുപോലെ തന്നെ സ്കേർട്ടിനെയും ചേർത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ്. അത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ബെൽറ്റിലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് ഡിഫറൻസിൽ, അതായത് ബെൽറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് ഡിഫറൻസ് വിട്ടതിന് ശേഷം കണ്ടോ ഈ 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് മാറ്റിയിടുക. അതിന് ശേഷം ഉള്ള പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. ബെൽറ്റ് സ്കേർട്ടിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്യാം. രണ്ട് നല്ല വശങ്ങളും തമ്മിലാണ് ചേർത്ത് വെച്ച് തയ്ക്കേണ്ടത് കേട്ടോ. നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ 2 നല്ല വശങ്ങളാണ് പരസ്പരം ചേർത്ത് വെച്ച് തയ്ക്കേണ്ടത്. പോയിന്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഡിഫറൻസിൽ നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിക്കണം കേട്ടോ. സ്റ്റിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം നമ്മുടെ ബെൽറ്റിൻ്റെ 2 വശവും ചേർത്ത് വെച്ച് അത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇനി വീണ്ടും ഈ ഓപ്പണായി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ നിർത്തിയത്, അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഈ തയ്ച്ച തേരിനെ മടക്കി വയ്ക്കുക. അതിനുശേഷം വീണ്ടും ആ ഹോള് കൺസീൽ ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ബെൽറ്റിൻ്റെ ടോപ്പ് സൈഡിൽ നമ്മൾ ഒരു 1/4 ഇഞ്ച് ഡിഫറൻസ് ഇട്ടതിന് ശേഷം അതിനെ വീണ്ടും മടക്കി ഈ സ്കേർട്ടിൻ്റെ തുമ്പ് ഭാഗം, സ്റ്റിച്ച് ചെയ്ത ഭാഗം ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെ മടക്കി വെച്ചതിന് ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ
സ്കേർട്ടിൻ്റെ ടോപ്പ് പോർഷനിൽ തയ്യൽ തുമ്പോൾ ഒന്നും തന്നെ പുറത്ത് കാണില്ല, നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. വേണമെങ്കിൽ നമുക്കിത് പിന്ന് കുത്തി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിക്കും കേട്ടോ. അത് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് 14 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 14 ഇഞ്ച് ലെങ്ത്തുള്ള ഇലാസ്റ്റിക്കാണ് ഇപ്പോൾ നമ്മളിനി ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇലാസ്റ്റിക്കിൽ പിന്ന് കുത്തിയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഹോളിൽ കൂടെ ഇലാസ്റ്റിക് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. ഇലാസ്റ്റിക്കിൻ്റെ 2 സൈഡും കൂട്ടി വെച്ച് ഒന്നിന് മീതെ ഒന്നായി വെച്ച് 3-4 പ്രാവശ്യം മുകളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. 6 ആഗ് സ്റ്റിച്ച് കൊടുത്ത് ഇലാസ്റ്റിക്കിനെ ഫിക്സ് ചെയ്യണം. അതിനുശേഷം ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഹോൾ നമുക്ക് കൺസീൽ ചെയ്യാം കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ ടോപ്പ് പോർഷൻ. ഇനി നമുക്ക് അടുത്തത് അടിഭാഗം ഫിനിഷ് ചെയ്യാം. അടിഭാഗം ഞാൻ ആദ്യം ലൈനിങ്ങാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് എന്ന് പറഞ്ഞാൽ ഞാനത് തുമ്പ് ഭാഗം ഉരുട്ടി അടിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് റോളിംഗ് ഹെം ഉപയോഗിച്ചിട്ട് റോളിംഗ് ഫുഡ് ഉപയോഗിച്ചടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചതിന് ശേഷം പതിയെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ രീതിയിലും ഇത് അടിഭാഗം ഹെം ചെയ്യാം കേട്ടോ ലൈനിങ്ങിൻ്റെ. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ അടിഭാഗമാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അടിഭാഗം ഫിനിഷ് ചെയ്യാൻ ഞാനിപ്പോൾ ഈരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈര ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ സ്കേർട്ടിൻ്റെ അടിഭാഗം ഞാൻ പതുക്കെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അതിനകത്തുകൂടി ഈര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നൂലിനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്കേർട്ട് കുറച്ചുകൂടി അടി ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഹോളിൽ കൂടെ ഈ ഈരനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പതിയെ ഒന്ന് കെട്ടിയിടാണ്. അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യാനായിട്ട് ഇനി അങ്ങോട്ട് റോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈര നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്നു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് കെട്ടിട്ടതിന് ശേഷം വീണ്ടും നേരത്തെ പോലെ തന്നെ ഈര അതിനകത്തേക്ക് വെച്ച് ഞാൻ ഉരുട്ടി അടിക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. വീണ്ടും റോൾ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ സാധാരണ ഫുഡിൽ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് റോളിംഗ് ഫുഡ് ഉണ്ട് എങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വേണമെങ്കിൽ ഇൻ്റർലോക്ക് വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ മെഷീനിലായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം സ്പെൻഡ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പക്ഷേ ഒന്ന് ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പതിയെ ഇതുപോലെ ത്രെഡിനെ അതിനൊക്കെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പതിയെ ഉരുട്ടി കൊടുത്ത് സാവകാശം അടിച്ചെടുക്കുക കേട്ടോ. ഇത് കുറച്ച് സിൽക്കി ആയിട്ടുള്ള തുണി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് കൈ പതിയെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. ഈര വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈര നല്ല ടമ്പറിൽ വലിഞ്ഞ് നിന്നാൽ മാത്രമാണ് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിനാണ് നമ്മൾ സ്കേർട്ടിൻ്റെ തലയ്ക്ക് നേരത്തെ കെട്ടിട്ട് വെച്ചത്. പിന്നെ മറ്റേ കൈ കൊണ്ട് നമ്മൾ പതിയെ ഈരനെ നല്ല ടൈറ്റിൽ വലിച്ചു പിടിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ നമ്മൾ കെട്ടിട്ട ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എക്സസ് നിൽക്കുന്ന ഈരയുടെ ലെങ്ത്ത് ഉള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ കെട്ടിട്ട ഭാഗം കൂടി റോൾ ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതല്ലെങ്കിൽ ചിലപ്പോൾ ആ ഭാഗത്തു നിന്ന് ഈര ഊർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് വരെ, അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന നേരത്തെ ലോക്ക് ചെയ്ത് വെച്ച പൊസിഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് അവസാനിപ്പിക്കാൻ. എക്സസ് പുറത്തേക്ക് നിൽക്കുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സ്കേർട്ടിൻ്റെ അടിഭാഗം ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നതിനായിട്ടാണ് നമ്മളതിൽ ഈരിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ടും ചെയ്ത് നോക്കാം. നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷേ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതൊക്കെ സിമ്പിൾ മെഷീൻ, നമ്മുടെ സാധാരണ സിംഗിൾ മെഷീനിൽ നമുക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ട്രൈ ചെയ്താൽ നമുക്ക് പറ്റും. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക. ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻഫോം ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.